morning children, welcome to my class. Let's we learn a new lesson, Europe in Transition. ഏഴാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ ഫസ്റ്റ് യൂണിറ്റ് യൂറോപ്പ് പരിവർത്തനത്തിൻ്റെ പാതയിലേക്കെന്ന പാഠഭാഗം നിങ്ങളുടെ മുമ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. There are many historical monuments. What are the famous historical monuments in India? ഇന്ത്യയിലെ പ്രശസ്തമായ ചരിത്ര സ്മാരകങ്ങൾ ഏതെല്ലാം? ഇന്ത്യയിലെ പ്രശസ്തമായ ഒരു ചരിത്ര സ്മാരകമാണ് താജ്മഹൽ. മുഗൾ ചക്രവർത്തിയായ ഷാജഹാൻ തൻ്റെ പ്രിയപത്നിയായ മുംതാസിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി പണികഴിപ്പിച്ച ശവകുടീരമാണ് താജ്മഹൽ. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ആഗ്ര, ദ റിവർ ബാങ്ക് ഓഫ് യമുന. ഇത് ആഗ്രയിലാണ് സ്ഥിതി ചെയ്യുന്നത്, യമുന നദീതീരത്താണ്. കുത്തുബ് മിനാർ, ചാർമിനാർ, ഇന്ത്യ ഗേറ്റ്, ഗേറ്റ്വേ ഓഫ് ഇന്ത്യ, റെഡ് ഫോർട്ട്, അജന്ത കേവ്സ്, ലോട്ടസ് ടെമ്പിൾ, ജുമാ മസ്ജിദ് ആൻഡ് സോ on. Do you understand? All of you take your textbook, page number 7. Look at the picture. What do you see in this picture? This is a beautiful picture of Hagia Sophia. It is a historical monument in the world. It was built in 6th century. Now it is preserved as a history museum in Turkey. ചിത്രത്തിൽ കാണുന്ന ഹഗ്യ സോഫിയ ഒരു ചരിത്ര സ്മാരകമാണ്. ഇത് AD 6-ാം നൂറ്റാണ്ടിലാണ് പണികഴിപ്പിച്ചത്. ഇത് ഇന്നും തുർക്കിയിലെ ഒരു ചരിത്ര മ്യൂസിയമായി നിലനിൽക്കുന്നു. ഡു യു നോ ദ ഇമ്പോർട്ടൻസ് ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ ഇൻ ദ വേൾഡ്? ലോക ചരിത്രത്തിൽ കോൺസ്റ്റാന്റിനോപ്പിളിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 8. ലുക്ക് അറ്റ് ദ മാപ്പ്. ലൊക്കേറ്റ് കോൺസ്റ്റാന്റിനോപ്പിൾ ഇൻ ദ മാപ്പ്. ഏഷ്യ കോണ്ടിനെന്റിനും യൂറോപ്പ് കോണ്ടിനെന്റിനും മിഡിലായി ചെറിയ കറുത്ത പൊട്ടുപോലെ സ്ഥിതി ചെയ്യപ്പെടുന്ന സ്ഥലമാണ് കോൺസ്റ്റാന്റിനോപ്പിൾ. അതായത് ഏഷ്യ ഭൂഖണ്ഡത്തിനും യൂറോപ്പ് ഭൂഖണ്ഡത്തിനും ഇടയിലായി പൊട്ടുപോലെ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് കോൺസ്റ്റാന്റിനോപ്പിൾ. സ്പെൽ ദ വേർഡ് കോൺസ്റ്റാന്റിനോപ്പിൾ. CONSTANTINOPLE. Constantinople, the present name ഇസ്താംബൂൾ. കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ ഇപ്പോഴത്തെ പേരെന്താണ്? ഇസ്താംബൂൾ. ISTANBUL. Constantinople is the capital of Eastern Roman Empire. അതായത് കിഴക്കൻ റോമ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ് കോൺസ്റ്റാന്റിനോപ്പിൾ. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ? കോൺസ്റ്റാന്റിനോപ്പിളിന് ഒരുപാട് സവിശേഷതകളുണ്ട്. അതിൽ നമ്പർ 1, സെൻറ്റർ ഓഫ് നോളജ്. വിജ്ഞാനത്തിൻ്റെ കേന്ദ്രമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ. ഒരുപാട് വിജ്ഞാന ശകലങ്ങളും സ്കൂളുകളൊക്കെ കോൺസ്റ്റാന്റിനോപ്പിൾ ഉണ്ടായിരുന്നു. നെക്സ്റ്റ്, എബോർഡ് സ്കോളേഴ്സ്. എബോർഡ് മീൻസ് വാസസ്ഥലം. സ്കോളേഴ്സ്, പണ്ഡിതന്മാരൊക്കെ താമസിച്ചിരുന്നത് കോൺസ്റ്റാന്റിനോപ്പിളായിരുന്നു. അവർ ഒരുപാട് ഗ്രന്ഥങ്ങളൊക്കെ രചിച്ചിരുന്നു. ഗ്രന്ഥങ്ങളുടെയൊക്കെ അമൂല്യമായ കലവറ കോൺസ്റ്റാന്റിനോപ്പിൾ ഉണ്ടായിരുന്നു. നെക്സ്റ്റ്, ഗേറ്റ്വേ ഫ്രം ഏഷ്യ ടു യൂറോപ്പ്. ഏഷ്യയിൽ നിന്ന് യൂറോപ്പിലേക്കുള്ള പ്രധാന പ്രവേശന കവാടമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ. കടൽ മാർഗം സഞ്ചരിക്കാനുള്ള പ്രധാന ജലഗതാഗത പാതയായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ. When the Turks conquered Constantinople in 1453, it resulted in the fall of centuries-old Eastern Roman Empire. Consequently, scholars, artists and writers fled from Constantinople to nearby areas in great numbers. Many of them migrated to Italy. അതായത് AD 1453 തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കോൺകെയർ ചെയ്തു, എന്നുവെച്ചാൽ ആക്രമിച്ച് കീഴടക്കി. അതോടെ നൂറ്റാണ്ടുകളായി നിലനിന്നിരുന്ന കിഴക്കൻ റോമാ സാമ്രാജ്യം അപ്പാടെ തകർന്നു. അവിടെ താമസിച്ചിരുന്ന പണ്ഡിതന്മാരും കലാകാരന്മാരും
സാഹിത്യകാരന്മാരും ഒക്കെ തൊട്ടടുത്ത പ്രദേശങ്ങളിലേക്ക് കുടിയേറി പാർത്തു. അവരിൽ വലിയൊരു വിഭാഗം ഇറ്റലിയിലേക്കാണ് പോയത്. മെനി ഓഫ് ദം മൈഗ്രേറ്റഡ് ടു ഇറ്റലി. മൈഗ്രേറ്റ് ചെയ്യുക, കുടിയേറി പാർക്കുക അഥവാ പലായനം ചെയ്യുക. വൈ ഡിഡ് ദേ മൈഗ്രേറ്റ് ടു ഇറ്റലി? വാട്ട് ഈസ് ദ റീസൺ? ഇറ്റലി എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് ഇപ്പോൾ കോവിഡിൻ്റെ ദുരന്തം ഏറ്റവും കൂടുതൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യം ഇറ്റലിയാണ്. വാട്ട് ഡിഡ് ദ സ്കോളേഴ്സ്, ആർട്ടിസ്റ്റ് ആൻഡ് റൈറ്റേഴ്സ് മൈഗ്രേറ്റഡ് ടു ഇറ്റലി? എന്തുകൊണ്ടായിരിക്കാം അവരെല്ലാം ഇറ്റലിയിലേക്ക് പോകാനുള്ള കാരണം? ഇറ്റലി വാസ് എ റിച്ച് കൺട്രി. ഇറ്റലി ഒരു സമ്പന്ന രാഷ്ട്രമായതുകൊണ്ടാണ്. ഇറ്റലി വാസ് എ കൺട്രി ദാറ്റ് അപ്ഹെൽഡ് ദ റിച്ച് ഗ്രേക്കോ റോമൻ ട്രഡീഷൻ. അതായത് പുരാതന ഗ്രീക്ക് റോമൻ സംസ്കാരത്തിൻ്റെ പൈതൃകം പേർന്ന രാജ്യമായിരുന്നു ഇറ്റലി. നെക്സ്റ്റ്, ദ റിച്ച് ഇറ്റാലിയൻ ട്രേഡേഴ്സ് വെയർ ദ പേട്രൺസ് ഓഫ് ആർട്ട്, ലിറ്ററേച്ചർ ആൻഡ് കൾച്ചർ. അതായത് ഇറ്റലിയിലെ സമ്പന്നരായ വ്യാപാരികൾ കല, സാഹിത്യം, സംസ്കാരം എന്നിവ പ്രോത്സാഹിപ്പിച്ചു. നമ്പർ 3, ദീസ് ട്രേഡേഴ്സ് വെയർ കീൻ ടു പ്രിസർവ് ദ ഹിസ്റ്റോറിക്കൽ ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ്. അതായത് ചരിത്ര പൈതൃകങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഈ വ്യാപാരികൾ വളരെ താല്പര്യമുള്ളവരായിരുന്നു. ബൈ ദ എൻഡ് ഓഫ് ദ 13th century, ദ റിനീസൻസ് വിച്ച് ബിഗാൻ ഇൻ ഇറ്റലി ഫ്ലറിഷ്ഡ് ആൻഡ് സ്പ്രെഡ് ടു അതർ നേഷൻസ്. അതായത് 13ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടുകൂടി ഇറ്റലിയിൽ ആരംഭിച്ച നവോത്ഥാന പ്രക്രിയ കൂടുതൽ വളരുകയും മറ്റുള്ള രാജ്യങ്ങളിലേക്ക് വ്യാപിക്കുകയും ചെയ്തു. ദ റിനീസൻസ്. വാട്ട് ഈസ് റിനീസൻസ്? റിനീസൻസ് മീൻസ് നവോത്ഥാനം അഥവാ റീബർത്ത് അഥവാ പുത്തൻ ഉണർവ് എന്നൊക്കെയാണ്. ദ ഫൈൻ ആർട്സ്, literature and history in the medieval period were centered on religious ideology. The texts were invariably between Renaissance. What is Renaissance? Renaissance means rebirth, പുത്തൻ ഉണർവ്, നവോത്ഥാനം എന്നൊക്കെയാണ്. The fine arts, literature and history in the medieval period were centered on religious ideology. The texts were invariably written in Greek and Latin as these languages were considered unscholarly. By the dawn of the 13th century, Latin and Greek gave way to regional languages like English, Spanish and French. The writers of this period adopted the life of the common man as the central theme of their work. Similar changes occurred in other art forms like painting and sculpture. This vision, primarily concerned with the various aspects of human life, is known as humanism. Humanism means മാനവികത. അതായത് മധ്യകാലഘട്ടത്തിൽ, അതായത് മിഡീവൽ പീരീഡിൽ കല, സാഹിത്യം, ചരിത്രം എന്നിവ മതപരമായ ആശയങ്ങൾ കേന്ദ്രീകരിച്ചുള്ളതായിരുന്നു. യൂറോപ്പിലെ പണ്ഡിത ഭാഷകളായി കണക്കാക്കപ്പെട്ടിരുന്നവ ലാറ്റിൻ, ഗ്രീക്ക് എന്നിവയായിരുന്നു. ഈ ഭാഷകളിലായിരുന്നു പണ്ട് കാലത്തെ കൃതികൾ രചിച്ചിരുന്നത്. എന്നാൽ 13ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ ലാറ്റിൻ, ഗ്രീക്ക് എന്നീ ഭാഷകൾക്ക് പകരം ഇംഗ്ലീഷ്, സ്പാനിഷ്, ഫ്രഞ്ച് തുടങ്ങിയ ഭാഷകളിൽ കൃതികൾ രചിക്കാൻ തുടങ്ങി. സാധാരണ മനുഷ്യരുടെ ജീവിതമാണ് ഇത്തരം കൃതികളുടെ പ്രതിപാദ്യം. അതോടെ മനുഷ്യജീവിതത്തിന് കൂടുതൽ പ്രാധാന്യം ലഭിക്കുന്ന തരത്തിൽ സാഹിത്യത്തിൻ്റെ ഉള്ളടക്കം മാറി. അതുപോലെ ചിത്രകലയിലും ശില്പവിദ്യയിലും ഒക്കെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി. ഇത്തരത്തിൽ മനുഷ്യജീവിതത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള കാഴ്ചപ്പാടിനെയാണ് ഹ്യൂമാനിസം അഥവാ മാനവികത എന്ന് പറയുന്നത്. The new spirit of humanism inspired unique thoughts on the universe and human life. It promoted reasoning and a spirit of inquiry. Consequently, a new awakening in all spheres of human life became visible in Europe and it is known as Renaissance. Underline ചെയ്യുക. What is Renaissance? അതായത് പ്രപഞ്ചത്തെക്കുറിച്ചും ജീവിത സാഹചര്യങ്ങളെക്കുറിച്ചും വ്യത്യസ്തമായ രീതിയിൽ ചിന്തിക്കുവാൻ ഹ്യൂമാനിസം നമ്മളെ പ്രേരിപ്പിച്ച. ഹ്യൂമാനിസം മീൻസ് മാനവികത. അതോടെ യുക്തിചിന്തയ്ക്കും അന്വേഷണ ത്വരയുടെയും വളർച്ചയ്ക്ക് ഇത് ഒരു കാരണമായി.
മനുഷ്യജീവിതത്തിൻ്റെ നാനാ മേഖലകളിലും ഒരു പുത്തൻ ഉണർവാണ് ഇതിലൂടെ സൃഷ്ടിക്കപ്പെട്ടത്. ഇത്തരത്തിലുണ്ടായ ഉണർവിനെയാണ് റിനീസൻസ് അഥവാ നവോത്ഥാനം എന്ന് പറയുന്നത്.